രണ്ടാം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെട്ട് ടൊവിനോ തോമസ് ചിത്രം പള്ളിച്ചട്ടമ്പി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ടൊവിനോ തോമസ് നായകനായിട്ട് ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയുടെ 11ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ രണ്ടാം ശനിയാഴ്ച ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ടൊവിനോ തോമസ്, കയാദുലോകർ, ബാബുരാജ്, വിജയരാഘവൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കെ ഡിജോ ജോസ് ആന്റണി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. വിഷു പ്രമാണിച്ച് ഏപ്രിൽ മാസം 15-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രത്തിന് എന്നാൽ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ വലിയ ചലനങ്ങളൊന്നും തന്നെ കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. 11ാം ദിവസമായിട്ടുള്ള രണ്ടാം ശനിയാഴ്ച ചിത്രത്തിന് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ 33 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 12,95 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 20 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് ചിത്രം മലയാള സിനിമയുടെ അക്കാലത്ത് വലിയൊരു പരാജയത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം വമ്പൻ ബഡ്ജറ്റിലാണ് പള്ളിച്ചട്ടമ്പി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബിസിനസ് ഉൾപ്പെടെ ചിത്രം ലാഭമാകുമോ അല്ലെങ്കിൽ നഷ്ടമാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.